ഇന്നിപ്പോൾ ഞങ്ങൾ കോടതിയിൽ നിന്ന് വരിക. അപ്പോൾ സുകന്യ എന്ന് പറഞ്ഞത് ഫോർ എ ചേഞ്ച് നിങ്ങൾ സംസാരിക്കില്ലല്ലോ, നമ്മൾ ഡോക്യുമെൻ്ററി കാണാൻ വരികയല്ലേ. അപ്പോൾ ഞാനും പറഞ്ഞു ഇന്ന് സംസാരമൊന്നും ഉണ്ടാവില്ല, വി വിൽ ബി പോസിബിളി സീയിങ് ദ ഡോക്യുമെൻ്ററി എന്ന് ഞാൻ പറഞ്ഞിട്ട് വന്നത്. അത് ഐ എം നൗ ആസ് ടു വയലേറ്റ് ദാറ്റ്. ഇത് കണ്ടാൽ തോന്നും ഞാനെന്തോ ഇതിൽ ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദിസ്, നത്തിങ് അറ്റ് ഓൾ. ഇൻഫാക്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാനു മാഷിൻ്റെ 98th ബർത്ത്ഡേക്ക് ഇവിടെ വന്ന സമയത്ത് ഞാൻ അന്നാണ് ശരിക്കും പറഞ്ഞാൽ സാനു സത്യനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് തന്നെ. സോ ഈ ഇൻട്രൊഡ്യൂസ് ഹിംസെൽഫ് ആൻഡ് ഈ സെറ്റ് ഇങ്ങനൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. അത് എനിക്ക് നിലമ്പൂരായിട്ടുള്ള കണക്ഷൻ അറിഞ്ഞിട്ടാണോ? ആയിരുന്നില്ല. അപ്പോൾ അതൊരു പ്യുവർ കോയിൻസിഡൻസ് ആണ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ സാനുവിനെ അറിയണ്ടായിരുന്നില്ല. ഞാൻ നിലമ്പൂർ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 10-31 കൊല്ലമായി. അപ്പോൾ അതറിയാതെയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് പറയുന്നത് ഒരു പ്യുവർ കോയിൻസിഡൻസ് തന്നെയാണ്. എനിക്കും പാട്ടോത്സവത്തിനെ പറ്റി കൂടുതൽ അറിയില്ല. ഞാൻ ഇത്രയും കാലം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഞാൻ നിലമ്പൂർ പോകുന്നത് പാട്ടിന് പോകുന്ന 1-2 പ്രാവശ്യം മാത്രമായിരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് കാണുന്ന ആ പാട്ടോത്സവത്തിൻ്റെ കമ്പോണൻസ് അല്ലാതെ ഞാൻ അധികം മുഴുവനായിട്ട് കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് സാനു എന്നെ വിളിച്ച സമയത്ത് ഇമ്മീഡിയറ്റ്ലി ഞാൻ യെസ് പറഞ്ഞത്. പക്ഷേ എൻ്റെ ടൈമിംഗ് ഒരു പ്രോബ്ലമായിരുന്നു. ഐ തിങ്ക് എൻ്റെ ടൈമിനനുസരിച്ച് ദിവസം മാറ്റേണ്ട ആവശ്യം സാനുവിന് വന്നു തോന്നുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മൾ ഈ ഉത്സവങ്ങളെ പറ്റി സംസാരിക്കുന്ന സമയം ഇപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ സമയമാണ് എല്ലാ അമ്പലങ്ങളിലും. അത് ശരിക്കും ഇറ്റ്സ് എ കോൺഫ്ലുവൻസ് ഓഫ് കൾച്ചർ. നമ്മുടെ ഒരു മനസ്സിന് ഏറ്റവും ആഹ്ലാദം തരുന്ന കുറേ കാര്യങ്ങളാണ് ഇത് ഈ ഉത്സവം എന്ന് പറയുന്നത്. ഈ സ്പിരിച്വലിസം എന്ന് പറയുന്നത് എനിത്തിങ് ദാറ്റ് ഈസ് ഗുഡ് ഈസ് സ്പിരിച്വൽ. അമ്പലം എന്ന് പറയുന്നത് എല്ലാ നന്മകളും കൂടുന്ന സ്ഥലമാണ് അമ്പലം. അത് പള്ളിയായാലും മോസ്കായാലും എനിത്തിങ്. അപ്പോൾ നമ്മളൊരു വലിയ അമ്പലം അല്ലെങ്കിൽ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് എല്ലാ പുണ്യങ്ങളും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഉത്സവം നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദാറ്റ് ഗിവ്സ് യു എൻ എൻഹാൻസ്മെൻറ്റ്. നമ്മൾ ഒരു നെഗറ്റീവ് പ്ലേസിൽ വെച്ചൊരു ഉത്സവം നടത്തുന്ന സമയത്ത് ആ നെഗറ്റിവിറ്റിനെ ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് ഓഗ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരാൻ. പക്ഷേ ഒരു അമ്പലത്തിൽ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടില്ല. കാരണം ഇറ്റ് ഈസ് എ ബ്ലെസ്ഡ് പ്ലേസ്. അവിടെ ഓൾറെഡി പോസിറ്റിവിറ്റി ഉണ്ട്. അവിടെ നമുക്കൊരു അതിൻ്റെ കൾച്ചറിലും അതിൻ്റെ ഒരു തിയേട്രിക്സ് ഉണ്ട്, ഇല്ലയെന്നല്ല. നമുക്ക് ഏവർക്കും ഇഷ്ടമാവുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന് വളരെയധികം സന്തോഷം തരുന്ന കുറേ കാര്യങ്ങൾ, അതിനൊരു തിയേട്രിക്കലായിട്ടുള്ള ഒരു തിയേട്രിക്സ് ഉണ്ട്, യാതൊരു സംശയമില്ല. വിഷൻ, സ്മെൽ, ലൈറ്റ്സ്, വിളക്ക്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഉത്സവം ഇതിൻ്റെ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് ഇല്ലാത്തൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ അത് ഉത്സവമല്ല. അപ്പോൾ കൊട്ടില്ലാത്തൊരു ഉത്സവമാണോ? ആയിരിക്കില്ല. ലൈറ്റ്സ് ഇല്ലാതെ, വിളക്കില്ലാതെ, അങ്ങനെ ഓരോന്നും നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു മാസ്മരികത അല്ലെങ്കിൽ ഒരു മാജിക്കൽ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നിലമ്പൂർ പാട്ടോത്സവം ഒട്ടും വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടത് നിലമ്പൂരിൻ്റെ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞു. ഇതൊരു ഹിന്ദു ഉത്സവം എന്നോ അല്ലെങ്കിൽ ഇന്ന കമ്മ്യൂണിറ്റിയുടെ ഉത്സവം എന്നോ അല്ല. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉത്സവത്തിന് വന്ന ആൾക്കാർക്ക് അറിയാം. ഇവിടെ മോഹനേട്ടനൊക്കെ ഉണ്ട്, ചില ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്, അവിടുത്തെ ആൾക്കാരായതുകൊണ്ട് നമ്മൾ ആ നിലമ്പൂർ കയറുമ്പോൾ തന്നെ യു വിൽ ഫൈൻഡ് ഒരു ഭയങ്കരമായ ആഘോഷം കാണാൻ സാധിക്കും. അത് ഹിന്ദുസ് മാത്രമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരക്കും ആ ഒരു ഫീലും അവിടുത്തെ എന്താ പറയുക, അന്നദാനവും എല്ലാം കൂടെ ഒരു വല്ലാത്ത ഫീലാണ്. ഐ എം ഷുവർ യു വിൽ സീ ദാറ്റ് ഇൻ ദ ഡോക്യുമെൻ്ററി. എനിക്കിതിൽ കൂടുതലൊന്നും സത്യം പറഞ്ഞ് എനിക്കും കാര്യമായിട്ട് അറിയില്ല. പക്ഷേ കണ്ടത് മുഴുവൻ ഞാൻ ഐ വാസ് മെസ്മറൈസ്ഡ്. സോ ഐ എം ഷുവർ ഐ എം ഇൻ ഫോർ എ വെരി വിഷ്വൽ ട്രീറ്റ് ഓൾസോ. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഏതായാലും നിലമ്പൂർ കോവിലകത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്നും പറഞ്ഞ് എൻ്റെ വൈഫിനെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് യെസ്, ഷീ ബിലോങ്സ് ടു ദ കോവിലകം. ഐ തിങ്ക് ഷീ നോസ് മോർ അബൌട്ട് പാട്ടോത്സവം ദാൻ മച്ച് മോർ ദാൻ മീ. പക്ഷേ it will be a treat for her also, because I'm sure സാനുവിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു. That itself was a visual treat. All the very best.